ഹലോ, വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ആൻഡ് വർക്ക്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ക്രാഫ്റ്റ് തന്നെയാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇത് ഞാൻ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഞാനൊരു ഡയറിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ കട്ടിയുള്ള കവറിങ് ഉള്ള എന്ത് ബുക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസസ്, കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ. ഇതിപ്പോൾ കട്ടിയില്ലാത്തതാണ്, ഏതായാലും കുഴപ്പമില്ല. നമുക്ക് വേണ്ട പാറ്റേണിൽ അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ബാക്ക് സൈഡിൽ ഞാൻ ഇങ്ങനെ ലോങ് പീസസ് വെച്ചിട്ട് ഒട്ടിക്കുന്നു. ഇത് ഫ്രണ്ട് കവറാണ്. ഫ്രണ്ട് കവറിൽ നമുക്ക് കുറച്ചും കൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നല്ലൊരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചിട്ട് കാണിക്കാം. ഇപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയി കാർഡ്ബോർഡോട് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ബാക്കും ഫ്രണ്ടും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടെക്സ്ചർ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാനൊരു എളുപ്പ വഴിയാണിത്. കോൺഫ്ലോറും വൈറ്റ് ഗ്ലൂവും ഈ ഒരു പ്രൊപ്പോർഷനിൽ ചേർത്താൽ മതി. തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ ഇതേപോലെ കോൺഫ്ലോറും വൈറ്റ് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലേ ഉണ്ടാക്കുന്നതും അതേപോലെ 3D ഔട്ട്ലൈനർ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. പല രീതിയിൽ പ്രൊപ്പോർഷൻ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കവറിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച കാർഡ്ബോർഡിൻ്റെ മേലെ കൂടെ ടെക്സ്ചർ പേസ്റ്റ് നന്നായിട്ട് ഒരു തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ബുക്കിൻ്റെ ഉൾവശത്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിൻ്റെയും അതിൻ്റെ ഫസ്റ്റ് പേജിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഒരു ലെയർ കൊടുത്താൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചു എന്നേ ഉള്ളൂ, എന്തെങ്കിലും ന്യൂസ് പേപ്പർ എന്തെങ്കിലും, പക്ഷേ അത് അതിൽ ഉണങ്ങി പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ഒന്നും കൂടെ നന്നായിരിക്കും. എന്നിട്ടൊരു തിക്ക് ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് ഇത്തിരി ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു തിക്ക് ലെയർ തന്നെ അപ്ലൈ ചെയ്യാം. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്ക്യൂവറിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വീതിയിലുള്ള പാടുകളാണ് നമുക്ക് കിട്ടുക, അങ്ങനെ ആ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വുഡൻ പാലറ്റിൻ്റെ ടെക്സ്ചർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കോരി വരച്ച് കൊടുക്കുക. ചെറിയ വളഞ്ഞ ചെറിയ വരകളായിട്ട്, ലെങ്ത്ത് കുറഞ്ഞ പല ലൈനുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്കൊരു വുഡൻ പാലറ്റിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ അങ്ങനെ ബാക്ക് സൈഡ് കൊണ്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷാർപ്പായ എൻഡ് കൊണ്ടും ഞാനൊന്ന് മേലെ കൂടെ, അതായത് സ്ക്യൂവറിൻ്റെ മറ്റേ എൻഡ് കൊണ്ടും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു ടെക്സ്ചർ തന്നെ കിട്ടും. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അത്ര ഭംഗി തോന്നില്ല, പക്ഷേ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പെയിൻറ്റ് ചെയ്യാനാണ് പോകുന്നത് അടുത്തത്. പെയിൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രഷ്യൻ ബ്ലൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ ആ കളർ ഇല്ല, അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് ബ്ലൂവിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡും പിന്നെ ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്തിട്ട്, വളരെ കുറച്ച് മാത്രം റെഡും കൂടുതൽ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഈ ടെക്സ്ചർ പേസ്റ്റ് അപ്ലൈ ചെയ്ത എല്ലാ സ്ഥലത്തും ഈ കളറ് മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും വേറെ ഒന്നും ചെയ്യാനില്ല, ഫുള്ളായിട്ട് ബ്ലൂ കവർ ചെയ്യാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബുക്കിൻ്റെ ഉള്ളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ലെയർ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതേപോലെ ഈ ബുക്കിൻ്റെ ചട്ടയുടെ കവറിൻ്റെ എഡ്ജിലും
അതായത് നമ്മുടെ ഈ അതിൻ്റെ അടിയിലുള്ള പഴയ കവറും അതേപോലെ നമ്മൾ കൊടുത്ത ടെക്സ്ചർ പേസ്റ്റും എവിടെയും കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ അതും ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ എഡ്ജ് ഒന്നും കൂടെ നീറ്റാക്കാൻ വേണ്ടിയിട്ട് കവർ പേജിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബ്ലൂ നമ്മൾ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് പേജ് ആ കവറിനോട് ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ എഡ്ജ് ഇത്രയും കൂടെ വൃത്തിയായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സർക്കിൾ, ഒരു റിംഗ് പോലെ ഉണ്ടാക്കിയെടുക്കണം. സൈസ് നമുക്ക് ബുക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്യാം എത്ര വലുപ്പത്തിൽ വേണം എന്നുള്ളത്. ഇനി ഒരു ഫോട്ടോ, ഒരു സാധാരണ പേപ്പർ പ്രിൻ്റാണ് കേട്ടോ, അത് സാധാരണ കളർ പ്രിൻ്റാണ്, അല്ലാതെ ഫോട്ടോ പ്രിൻ്റൊന്നുമല്ല. അപ്പോൾ അതിന് പേപ്പർ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എൻ്റെ കയ്യിലുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ട്, അത് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിക്കുകയാണ്. അതല്ല ഫോട്ടോ പ്രിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഷൈനിങ് ഉള്ള തിക്കായിട്ടുള്ള പ്രിൻ്റാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ സാധാരണ പേപ്പർ ആയതുകൊണ്ട് കേടുവന്ന് പോകാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അത് ആ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്ത റിങ്ങില്ലേ അതിൻ്റെ സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ റിങ്ങിനെ ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, റിങ്ങിൻ്റെ മേലെയും ഒരു പാറ്റേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത്തിരി കട്ടിയുള്ള നമ്മുടെ ഇങ്ങനത്തെ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് എടുക്കുകയാണ്. ഇത്തിരി ഗ്ലൂ തേച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ കവർ ചെയ്തെടുക്കുന്നത്, അതവിടെ ഫിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഈ ഫോട്ടോ ഡയറക്റ്റായിട്ട് ഒട്ടിക്കുന്നതിന് പകരം ഒരു ചെറിയ കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചെടുത്തിട്ടാണ് ഞാൻ ബുക്കിൽ ഒട്ടിക്കാൻ പോകുന്നത്. ഈ റിങ്ങിനും അതേപോലെ ബ്ലൂ കളർ, സെയിം കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെറ്റാലിക് കളറാണ്. ഇത് ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ബ്രോൺസോ ഗോൾഡനോ കോപ്പറോ, ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഈ ഒരു ബ്ലൂവിനോട് നന്നായിട്ട് നല്ല കോമ്പിനേഷനായിട്ട് വരും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്രോൺസ് ഷെയ്ഡാണ്. അപ്പോൾ ബ്രോൺസ് മെറ്റാലിക് കളർ കൊണ്ട് കൈകൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മേലെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കണ്ട. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഷെയ്ഡ് വരണ്ടുള്ളൂ. ഇടയിൽ താഴ്ന്ന ഭാഗങ്ങളിൽ നമ്മുടെ അടിയിലുള്ള ലെയർ, ബ്ലൂ ലെയർ കാണും വേണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടും, ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഉണങ്ങിയതിന് ശേഷം, പെയിൻ്റെല്ലാം ഉണങ്ങിയതിന് ശേഷം ഈ ഫോട്ടോയുടെ മേലെ ഞാൻ ഈ ബോർഡറായിട്ടുള്ള നമ്മുടെ റിങ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റിങ്ങിൽ എങ്ങനെയാണോ ഫിനിഷിങ് കൊടുത്തത് അതേ പാറ്റേൺ തന്നെ പെയിൻറ്റ് നമ്മൾ ഇതിലും കൊടുക്കുകയാണ്, ബുക്കിൻ്റെ കവറിലും കൊടുക്കുകയാണ്. ബ്ലൂവിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും എഡ്ജുകളിലും കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്, ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പെയിൻ്റെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലേ ഡെക്കറേഷൻ കൂടെ നമുക്ക് അതിൻ്റെ മേലെ ചെയ്യാനുണ്ട്. അതിനായിട്ട് കുറച്ച് പോളിമർ ക്ലേ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എയർ ഡ്രൈ ക്ലേയും യൂസ് ചെയ്യാം. ക്ലേ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ വീഡിയോ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പോളിമർ ക്ലേ ആണ്, ബേക്കിംഗ് ക്ലേ ആണ്, ബേക്ക്ഡായിട്ട് യൂസ് ചെയ്യുന്ന ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈക്വൽ സൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരേ സൈസിൽ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ ഇതിൻ്റെയും ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും.
എന്നിട്ട് ഓരോന്നും ഇങ്ങനെ ബോളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ബട്ടൺ പോലെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്ലേയിൽ ജസ്റ്റ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഞാനൊരു പ്രസ് ചെയ്ത് അതിൻ്റെ അടയാളം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ നമ്മുടെ ബുക്കിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുള്ള പോലെ ഒരു എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ഓരോ വുഡൻ പാലറ്റിൻ്റെയും ഓരോ പീസസ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം 4 കോർണറിലും, അപ്പോൾ എത്ര പീസ് കാർഡ്ബോർഡ് പീസസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ അത് × 4 അത്രയും ഈ ഒരു സ്ക്രൂ ഷേപ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിന് ശേഷം ഞാൻ ഈ ഫോട്ടോ ഫ്രെയിം നമ്മുടെ എവിടെയാണോ വേണ്ടത് പൊസിഷൻ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ നമ്മുടെ ഇഷ്ടത്തിന്. ഞാനിപ്പോൾ ഫ്രണ്ടിൽ ഇത്തിരി താഴെയായിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതേപോലെ സ്ക്രൂവിൻ്റെ മേലെ ബ്രൗൺ ഷെയ്ഡ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി കുറച്ച് ഗ്രീൻ കളറിലുള്ള പോളിമർ ക്ലേയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സ്ക്രൂവിൻ്റെ ആയാലും ഇതായാലും എല്ലാം നമ്മൾ ഷേപ്സ് ഉണ്ടാക്കിയതിന് ശേഷം ബേക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു പോളിമർ ക്ലേയുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ ലീഫ് ഉണ്ടാക്കാനായിട്ടുള്ള എളുപ്പ വഴിക്കാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ 5 minutes ക്രാഫ്റ്റിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ അതെനിക്കൊരു നല്ല മെത്തേഡായിട്ട് തോന്നി. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയിലുള്ള ലീഫ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയൊരു റേസറിൻ്റെ സ്റ്റിക്കിൻ്റെ മേലെ വെച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഈസിയാണ്, പക്ഷേ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു ലീഫ്. അപ്പോൾ കുറച്ച് ഗ്രീൻ ലീവ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഒരു റോസ് ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒന്നല്ല, നമുക്ക് എത്രയാണോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ട അത്രയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈക്വൽ സൈസ് ആവാം, അല്ലെങ്കിൽ ചെറിയ ഡിഫറൻസ് വന്നാലും കുഴപ്പമില്ല. കുറച്ചെണ്ണം ചെറുതും കുറച്ചെണ്ണം വലുതായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിന് ശേഷം ഓരോ ബോളിനെയും ഇങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ട് നമ്മൾ വിരലിൻ്റെ ഇടയിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഉള്ളിൽ വരുന്ന പെറ്റലിനെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഉരുട്ടി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ചുരുട്ടി കൊടുക്കുക. അതിനുശേഷം വരുന്നതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്തെടുത്താൽ മതി. അത് ജസ്റ്റ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പുറത്തേക്ക് കവർ ചെയ്ത് വെച്ചാൽ തന്നെ നല്ല ഭംഗിയിൽ അതൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ 2 സൈഡിലായിട്ട് കുറച്ച് മേലെയും കുറച്ച് താഴെയായിട്ട് ഫ്ലവേഴ്സ് എത്ര എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, ലീവ്സ് എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ അങ്ങ് അറേഞ്ച് ചെയ്യണം. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കണ്ണിന് എങ്ങനെ ഭംഗി തോന്നുന്നു ആ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ പല രീതിയിൽ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.